ദില്ലി ചെങ്കോട്ട സ്ഫോടനക്കേസ് പ്രതി ഉമർ നബിയുടെ പുതിയ വീഡിയോ പുറത്ത്. ചാവേർ ആക്രമണത്തെ ന്യായീകരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. And it is being known in Islam. There are multiple contraindications. There are multiple arguments that have been brought against it. Martyrdom operationals. When a person വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഇയാളുടെ പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ ഈ ഉമർ നബി പറയുന്നത്? ഷമി, ദില്ലി സ്ഫോടനത്തിൽ ഈ ഒരു കാർ ഓടിച്ചിരുന്ന ഉമർ നബിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ നേരത്തെ ഉള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ ഒരു ആധികാരികത ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് വീഡിയോ പുറത്തു വന്നത് എന്നതിലടക്കം ഇപ്പോഴും ഒരു ആധികാരികതയെക്കുറിച്ച് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഉമർ നബി ഈ ഒരു ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. അതായത് ചാവേർ ആക്രമണത്തെക്കുറിച്ച് ലോകത്ത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് നിലനിൽക്കുന്നത്. മരണമല്ലാതെ മറ്റൊരു പോംവഴിയും അവർക്ക് മുന്നിൽ ഇല്ല എന്ന് വ്യക്തമാകുന്നു. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കപ്പെടുന്നില്ല. അത്തരത്തിൽ പല വിധത്തിലുള്ള ന്യായീകരണമാണ് ഈ ഒരു ചാവേർ ആക്രമണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റാക്കിനെ കുറിച്ച് ഉമർ നബിയുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ആധികാരികത ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഉമർ നബിയുടെ ഇത്തരമൊരു ദൃശ്യങ്ങൾ, അതായത് ഈ ഒരു ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ദൃശ്യമാണ് പുറത്തു വരികയും ചെയ്തത്. അതോടൊപ്പം വലിയ തലത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിശോധന ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഏകദേശം 25ഓളം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ദില്ലി, ഹരിയാന, ഫരീദാബാദ്, കാശ്മീർ ഉൾപ്പെടെ 25ഓളം മേഖലകളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഈ അൽഫല സർവകലാശാലയിൽ രാവിലെ 5 മണി മുതലാണ് പരിശോധന ആരംഭിച്ചത്. ഷമി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.